നന്ദി കെട്ട സിംഹം. ഒരിക്കൽ ഒരു കൊടുങ്കാട്ടിൽ ഒരു ക്രൂരനായ സിംഹം താമസിച്ചിരുന്നു. ഒരു ദിവസം സിംഹം വേട്ടക്കാരന്റെ കെണിയിൽപ്പെട്ടു. അങ്ങനെയിരിക്കെ നിരവധി മൃഗങ്ങൾ കൂടിനരികിലൂടെ കടന്നുപോയി. എന്നെ സഹായിക്കൂ എന്ന് സിംഹം അവരോട് അപേക്ഷിച്ചു. എന്നാൽ മൃഗങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അപേക്ഷ കേട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ കാട്ടിലേക്ക് വന്നു. അയാൾ സിംഹത്തെ കണ്ടു. സിംഹം പറഞ്ഞു, ഞാൻ വിശപ്പും ശ്വാസം മുട്ടലും മൂലം മരിക്കും, എന്നെ സഹായിക്കൂ. എന്നാൽ ആ ദയുള്ള മനുഷ്യൻ ചിന്താകുലനായി നിന്നു. ആ സമയത്ത് സിംഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ദയവായി എന്നെ സഹായിക്കൂ. വേട്ടക്കാരൻ എപ്പോൾ വേണമെങ്കിലും വരും. അങ്ങനെ ആ മനുഷ്യന് സിംഹത്തോട് സഹതാപം തോന്നുകയും സിംഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. സ്വതന്ത്രനായ സിംഹം ഉടൻ തന്നെ അയാൾക്കു നേരെ അലറി, ഞാൻ വളരെ കാലമായി കൂട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഭക്ഷിക്കേണ്ടി വരും. സിംഹം ആ മനുഷ്യനെ നോക്കി പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ സിംഹത്തോട് ചോദിച്ചു, നീ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പു തന്നതല്ലേ, പിന്നെ ഇപ്പോഴെന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? സിംഹം പറഞ്ഞു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പരിഭ്രാന്തനായ മനുഷ്യൻ വേഗത്തിൽ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് എന്നെ കഴിക്കാം. എന്നാൽ നിങ്ങളെ രക്ഷിച്ച വ്യക്തിയെ കഴിക്കുന്നത് ശരിയാണോ? ഈ കാര്യം തീരുമാനിക്കുന്നതിനായി ഒരു വിധികർത്താവിനെ നമുക്ക് ആവശ്യമാണ്. സിംഹം സമ്മതിച്ചു. ഒരു മൃഗവും തനിക്കെതിരെ സംസാരിക്കില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കുറുക്കൻ ആ വഴി വന്നത്. കുറുക്കനോട് വിധികർത്താവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അഭിസംബോധന ചെയ്തു, സിംഹം, സർ, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് എന്നെ കാണിച്ചു തരാമോ? സിംഹം അതിന് സന്നദ്ധനായി. സിംഹം കൂട്ടിൽ പ്രവേശിച്ച് കൂട്ടിന്റെ വാതിൽ അടച്ചു. കുറുക്കൻ ഉടനെ തന്നെ ആ കൂട് പുറത്തുനിന്നും പൂട്ടി. ഇപ്പോൾ സിംഹം വീണ്ടും കുടുങ്ങി. അതിനുശേഷം കുറുക്കൻ അയാളോട് പറഞ്ഞു, വേഗം ഓടിപ്പോയിക്കോളൂ. ഒരിക്കലും ചിന്തിക്കാതെ സഹായം വാഗ്ദാനം ചെയ്യരുത്, കുറുക്കൻ പറഞ്ഞു. പേടിച്ചെറേണ്ട മനുഷ്യൻ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നന്ദി കെട്ട സിംഹം വീണ്ടും കൂട്ടിൽ കുടുങ്ങി. വേട്ടക്കാരൻ വന്ന് സിംഹത്തെ തന്റെ സർക്കസ് കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. നല്ല കൂട്ടുകെട്ടും മോശം കൂട്ടുകെട്ടും. ഒരിക്കൽ രണ്ട് തത്തകൾ ഒരാൽമരത്തിൽ കൂടുവച്ചിരുന്നു. അവരോടൊപ്പം അവരുടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ കുഞ്ഞുങ്ങളെ നന്നായി പരിപാലിച്ചിരുന്നു. എല്ലാ ദിവസവും അച്ഛനും അമ്മയും ഭക്ഷണം തേടുന്നതിനായി രാവിലെ പോയി വൈകുന്നേരമാണ് തിരിച്ചു വരാറുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തത്തകൾ ഭക്ഷണം തേടി പോയപ്പോൾ ഒരു ക്രൂരനായ വേട്ടക്കാരൻ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അതിൽ ഒരു കുഞ്ഞിക്കിളി വേട്ടക്കാരനിൽ നിന്നും രക്ഷപ്പെട്ട് പറന്നുപോയി. അവൻ പറന്നു ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും അവരുടെ നല്ല വാക്കുകൾ കേട്ട് അവൻ വളർന്നു. വേട്ടക്കാരന്റെ പക്കലുള്ള തത്തക്കുഞ്ഞിനെ അവർ കൂട്ടിലടയ്ക്കുകയും അവരുടെ മോശം വാക്കുകളും ദയയില്ലായ്മയും കണ്ട് വളരുകയും ചെയ്തു. വേട്ടക്കാരന്റെ പക്കലുള്ള തത്തക്കുഞ്ഞ് ഒരു ദിവസം ഒരു വഴിയാത്രക്കാരൻ വേട്ടക്കാരന്റെ കുടിലിനു മുന്നിൽ വിശ്രമിക്കുകയായിരുന്നു.
ഇത് കണ്ട തത്ത പറഞ്ഞു, വിഡ്ഢി, നീ എന്തിനാണ് ഇവിടെ വന്നത്? വേഗം ഇവിടെ നിന്ന് പോകൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കഴുത്ത് മുറിച്ചു കളയും. ഇത് കേട്ട് പേടിച്ച യാത്രക്കാരൻ അവിടെ നിന്ന് വേഗം പോയി. അങ്ങനെ അയാളുടെ യാത്ര അവസാനിച്ചത് ബ്രാഹ്മണന്റെ വീട്ടിലായിരുന്നു. അവിടെയും ഒരു തത്തയുണ്ടായിരുന്നു. ബ്രാഹ്മണന്റെ വീട്ടിലെ തത്ത ഇങ്ങനെ പറഞ്ഞു, യാത്രക്കാര, അകത്തേക്ക് കയറി അല്പം വെള്ളവും ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ചോളൂ. യാത്രക്കാരന് അത്ഭുതമായി. അയാൾ മുൻപ് കണ്ട തത്തയെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ തത്തയോട് പറഞ്ഞു. നീ എത്ര ദയാലുവാണെന്ന് അയാൾ ചോദിച്ചു. ഇത് കേട്ട തത്ത പറഞ്ഞു, അത് എന്റെ സഹോദരനായിരിക്കും. ഞാൻ ഒരു ബ്രാഹ്മണനോടൊപ്പമാണ് ജീവിക്കുന്നത്. എന്നാൽ അവൻ ഒരു ക്രൂരനായ വേട്ടക്കാരനോടൊപ്പമാണ് ജീവിക്കുന്നത്. ഞാൻ ബ്രാഹ്മണരുടെ ഭാഷ പഠിച്ചു, അവൻ ക്രൂരനായ വേട്ടക്കാരന്റെ ഭാഷ പഠിച്ചു. നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. അത്യാഗ്രഹിയായ സുഹൃത്ത്. സമ്പന്നനായ ഒരു കച്ചവടക്കാരന്റെ മകനായിരുന്നു സോഹൻ. പിതാവ് മരിക്കുന്നതിന് മുൻപ് വിലയേറിയ വസ്തുക്കളുള്ള ഒരു ഇരുമ്പ് പെട്ടി സോഹന് കൈമാറിയിരുന്നു. ഒരു ദിവസം സോഹന് ജോലിയുടെ ചില കാര്യങ്ങൾക്കായി നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. അതിനാൽ അദ്ദേഹം തന്റെ ഇരുമ്പ് പെട്ടി പണമിടപാട് നടത്തുന്ന സുഹൃത്തായ രാമുവിന് കൈമാറി. സോഹൻ രാമുവിനോട് പറഞ്ഞു, ദയവായി ഈ ഇരുമ്പ് പെട്ടി ഇവിടെ സൂക്ഷിക്കുക. ഇത് എനിക്ക് അച്ഛൻ നൽകിയതാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ പട്ടണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് തിരികെ വാങ്ങാം. നിങ്ങൾ വിഷമിക്കേണ്ട സോഹൻ, ഞാൻ ഇത് സുരക്ഷിതമായി വെച്ചുകൊള്ളാം, രാമു പറഞ്ഞു. സോഹൻ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. അവൻ അറിയാമായിരുന്നു തന്റെ വിലയേറിയ ഇരുമ്പ് പെട്ടി സുഹൃത്ത് രാമുവിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സോഹൻ തിരിച്ചു വന്നു. സുഹൃത്ത് രാമുവിന്റെ അടുത്ത് ചെന്ന് ഇരുമ്പ് പെട്ടി ചോദിച്ചു. രാമു അല്പം ആശ്ചര്യത്തോടെ സോഹനെ നോക്കി പറഞ്ഞു, ഓ, ഇരുമ്പ് പെട്ടി. എലികൾ അത് ഭക്ഷിച്ചു. എനിക്കത് തടയാൻ കഴിഞ്ഞില്ല. തന്റെ സുഹൃത്ത് അത്യാഗ്രഹിയും തന്നെ വഞ്ചിക്കുകയാണ് എന്നും സോഹന് മനസ്സിലായി. ബുദ്ധിമാനായ സോഹൻ രാമുവിന്റെ കയ്യിൽ നിന്നും പെട്ടി ലഭിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സോഹൻ രാമുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ മകനെ എന്നോടൊപ്പം അയക്കാമോ? എന്റെ സ്വത്ത് പരിപാലിക്കുവാൻ ആരെയെങ്കിലും വേണം. രാമു കുറച്ചു നേരം ചിന്തിച്ചു. സോഹൻ ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നു. എന്റെ മകൻ സ്വത്ത് പരിപാലിച്ചാൽ സോഹൻ വലിയ പ്രതിഫലം നൽകിയേക്കും. ഉടൻ തന്നെ രാമു സമ്മതിച്ചു. മകനെ സോഹന്റെ കൂടെ അയക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ സോഹൻ രാമുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സുഹൃത്തെ, ഭയങ്കരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരു കാക്ക നിങ്ങളുടെ മകനെ കുത്തിക്കൊണ്ടുപോയി. രാമു കോപാകുലനായി പറഞ്ഞു, ഒരു കാക്കയ്ക്ക് എന്റെ മകനെ എങ്ങനെ ചുമക്കാൻ കഴിയും? എലികൾക്ക് ഇരുമ്പ് പെട്ടി തിന്നാൻ കഴിയുന്നത് പോലെ സോഹൻ മറുപടി നൽകി. സോഹൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് രാമുവിന് മനസ്സിലായി. ക്ഷമിക്കണം സുഹൃത്തെ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, രാമു ആശങ്കയോടെ പറഞ്ഞു. സുഹൃത്തിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിൽ ലജ്ജ തോന്നി. പെട്ടി സോഹന് തിരികെ നൽകി. ഇരുവരും സന്തുഷ്ടരായി നല്ല സുഹൃത്തുക്കളായി തുടർന്നു. വഞ്ചന ഒരു മോശം ശീലമാണ്. നാം ഒരിക്കലും ആരെയും വഞ്ചിക്കരുത്. The greedy friend. Sohan was son of a rich businessman.
When his father died, Sohan was left with an iron box with valuables in it. One day, Sohan had to go to the city for some work. So, he took the iron box and handed it over to his moneylender friend, Ramu. Please keep this box. My father gave it to me. I will return from the city within a few days and collect it from you, said Sohan to Ramu. You do not have to worry. I will keep this box safely, said Ramu. Sohan started off his journey happily. He thought his valuable iron box was safe with his friend Ramu. After a few days, Sohan returned home. He went to his friend Ramu and asked for the iron box. Ramu pretended to look a little surprised. Oh, the iron box! The rats ate it up. I just could not stop them. Sohan realized that his friend had become greedy and dishonest. Ramu was trying to cheat him. Being an intelligent man, Sohan kept quiet. I must figure out a way to get my iron box back from Ramu, thought Sohan. After a few days, Sohan went to Ramu and said, Oh dear friend, can you send your son with me? I need someone to look after my property. Ramu thought for a while. Somu seems to be a fool. Maybe he will reward my son for looking after his property. Then he immediately agreed and sent his son with Sohan. Next morning, Sohan came running to Ramu and said, Oh dear friend, a terrible thing has happened. A crow has carried your son away. Ramu was furious and said, How can a crow carry off my son? In the same way as the rats can eat up the iron box, answered Sohan. Ramu understood what Sohan was trying to do. I am sorry, my friend. I realize my mistake. Ramu said with a bit of concern in his voice. He felt ashamed of having tried to cheat his friend. He gave the iron box back to Sohan. Both of them were happy and remained good friends forever. Moral: ഗോർഡിലോക്സും 3 കരടികളും. ഒരിടത്ത് ഗോർഡിലോക്സ് എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം അവൾ കാട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടക്കവേ അവൾക്ക് വഴി തെറ്റി. അവൾ 3 കരടികൾ താമസിക്കുന്ന വീട്ടിലെത്തി. വീടിനകത്തായി ഒരു മേശയിൽ 3 പാത്രത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൾ ഒന്നാമത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നല്ല ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് അവൾ രണ്ടാമത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് വളരെ തണുത്തതായിരുന്നു. അങ്ങനെയിരിക്കെ അവൾ അവസാനത്തെ പാത്രത്തിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾക്ക് കഴിക്കാൻ കഴിയുന്നതായിരുന്നു അത്. മൂന്നാമത്തെ പാത്രത്തിലെ ഭക്ഷണം മുഴുവനും അവൾ കഴിച്ചു തീർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്ഷീണം തോന്നി. അവൾക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൾ അവിടെ കസേരകൾ കണ്ടു. അതിൽ ആദ്യത്തേത് വളരെ വലുതായിരുന്നു. രണ്ടാമത്തേതും വലുതായിരുന്നു. എന്നാൽ മൂന്നാമത്തേത് ചെറുതായിരുന്നു. അവൾക്ക് ഇരിക്കാൻ കഴിയുന്നതായിരുന്നു.
അവൾ അതിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കസേര പല കഷ്ണങ്ങളായി മുറിഞ്ഞു വീണു. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അതിനാൽ അവൾക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ തോന്നി. അവൾ അവിടെ ഒരു കിടക്ക കണ്ടു. അത് വളരെ കട്ടിയുള്ളതായിരുന്നു. രണ്ടാമതായി മറ്റൊരു കിടക്ക കണ്ടു. അത് കുറച്ച് മൃദുവായിരുന്നു. എന്നാൽ മൂന്നാമതായി കണ്ട കിടക്ക അവൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിരുന്നു. അവൾ അതിൽ കിടന്നുറങ്ങി. അങ്ങനെയിരിക്കെ കരടികൾ അവിടെ എത്തി. അവർ വീട്ടിൽ കയറി ഭക്ഷണം നോക്കിയപ്പോൾ ആരോ അവരുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതായി കണ്ടു. അങ്ങനെ അച്ഛൻ കരടിയും അമ്മ കരടിയും ഉച്ചത്തിൽ ചോദിച്ചു, ആരാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചത്? കുഞ്ഞു കരടി കരയുവാൻ തുടങ്ങി. എന്റെ ഭക്ഷണം ആരാണ് കഴിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ കസേരയിൽ ഇരിക്കാൻ എത്തിയപ്പോൾ അച്ഛൻ കരടി ഉച്ചത്തിൽ ചോദിച്ചു, ആരാ എന്റെ കസേരയിൽ ഇരുന്നത്? അമ്മ കരടിയും ചോദിച്ചു ഇതുതന്നെ. കുഞ്ഞു കരടിയും കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്റെ കസേര ഒടിച്ചതെന്ന്. അങ്ങനെ 3 കരടികളും അവരുടെ കിടപ്പുമുറിയിലെത്തി. അവർക്ക് മനസ്സിലായി അവരുടെ കട്ടിലിൽ ആരോ കിടന്നിട്ടുണ്ടെന്ന്. ആരാ എന്റെ കട്ടിലിൽ കിടന്നത്? ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് അച്ഛൻ കരടി ചോദിച്ചു. അതുപോലെ അമ്മ കരടിയും ചോദിച്ചു. കുഞ്ഞു കരടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ എന്റെ കട്ടിലിൽ കിടക്കുന്നത്? ഗോൾഡിലോക്സ് അവരുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഉണർന്നു. അവൾ കരടികളെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്കോടി കാട്ടിലേക്കെത്തി. എന്നിട്ട് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോവുകയേയില്ല എന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. Goldilocks and 3 bears. Once upon a time, there lived a little girl whose name was Goldilocks. One day, she decided to go for a walk in forest. While out walking, she lost her way and found herself at the house of 3 bears. Inside the house, she came across a kitchen table with 3 bowls of porridge. She tasted the porridge from the first bowl and found it was too hot. So she tried the porridge from the second bowl, which was too cold. Finally, she tried the third bowl and found that it was just right. So she ate it all up. When she had finished the porridge, she felt tired and went to find somewhere to sit down. The first chair she found was too big. The second chair was still too big. But the third chair, she felt just right. As she sat down, the chair broke into many pieces. By now, Goldilocks was very tired, so she looked for somewhere to sleep. The first bed she found was too hard. The second was too soft. But the third bed was perfect for her, so she slept on it. Just then, the bears came back to their house. When they came into the kitchen, they saw that someone had been eating their porridge. "Who's been eating our porridge?" shouted the daddy bear and the mummy bear. Baby bear cried and said, "Who's been eating my porridge and eaten it all up?" Then the 3 bears spotted that someone had been sitting in their chairs. "Who's been sitting in my chair?" shouted daddy bear and the mummy bear. Baby bear cried, "Who's been sitting in my chair? It is broken up into pieces." The 3 bears ran to check their bedrooms and saw that someone had been sleeping in their beds. "Who's been sleeping in my bed?" shouted the daddy bear and the mummy bear. The baby bear cried,
Someone has been sleeping on my bed and they are still in it. Goldilocks was woken up by their shouting and was so scared. She jumped out of the bed and ran out of the open window back into the forest. She ran home to her mother and promised her she would never again go for a walk in the forest alone. Moral: think about how your actions might hurt others.